ഇത് പ്രശ്നപരിഹാരമായി ഇല്ലെന്ന് മാത്രമല്ല, മാരകമായ കൂടുതൽ പ്രശ്നങ്ങളുണ്ട് അമ്മയിൽ നിന്ന് പറയുകയാണ്. അതിന്റെ മുൻ അധ്യക്ഷ തന്നെ ഇത് കുറ്റാരോപിതരുടെ കൈകളിലേക്ക് സംഘടന വീണു എന്ന് ആരോപിച്ചുകൊണ്ട് ആ സംഘടനയുമായി ബന്ധം വിച്ഛേദിച്ച് പുറത്തേക്ക് പോയി. അല്ലേ വിപിൻ? അതെ അശ്മി, അതിനാടകീയത, വൈകാരികത, അമർഷം, ദേഷ്യം എല്ലാത്തിൻ്റെയും അവസാനമായി ഇപ്പോൾ ഭരണസമിതി കൂട്ടത്തോടെ രാജിവെച്ച് പുറത്തേക്ക് പോയിരിക്കുന്നു. പ്രാഥമിക അംഗത്വം പോലും രാജിവെച്ച് ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയും ഇപ്പോൾ പോയിരിക്കുകയാണ്. ഒരു ഇറങ്ങിപ്പോക്ക് എന്നുള്ളത് തന്നെ പറയാം. പക്ഷേ ഇതിനൊക്കെ തന്നെ എതിർവശത്ത് നിന്നിട്ടുള്ള വിഭാഗം ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല. ബാബുരാജും സിദ്ദിഖും ഇടവേള ബാബു ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ഈ കളമശ്ശേരിയിലെ ഹാളിന് ഉള്ളിൽ തന്നെയാണ്. അവർ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരികയും അവരുടെ ഒരു ഭാഗം പറയുമെന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ശ്വേതാ മേനോൻ പുറത്തേക്ക് പോയിരിക്കുന്നതും ഈ രാജിവെക്കുകയും ചെയ്തിരിക്കുന്നത്. രാവിലെ വന്നപ്പോൾ മുതൽ അവിശ്വാസ പ്രമേയം പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഒരു വിഭാഗം ശ്രമിച്ചുകൊണ്ടിരുന്നത്. കാരണം അതിന്റെ രജിസ്ട്രേഷൻ നടക്കേണ്ട ആയിരുന്നില്ല ആ രജിസ്ട്രേഷൻ നടപടികൾ നടന്നത്. അത് തൊട്ടപ്പുറത്ത് മറ്റൊരു സ്ഥലത്താണ് അതിനായിട്ട് ഒരു കളമൊരുക്കിയിരുന്നത്. അവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അവിശ്വാസ പ്രമേയത്തിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും അതിൽ ഒപ്പിടണമെന്ന് നിർബന്ധിക്കുകയും ചെയ്തു എന്നുള്ള ഗുരുതര ആരോപണം ഇന്ന് ഉന്നയിക്കുകയാണ്. അതായത് ജനറൽ ബോഡിയുടെ ഈ ഒരു യോഗം നടക്കുന്ന വേദിക്ക് മുൻപിൽ വരെ ആ ഒരു അജണ്ട കൃത്യമായി രാവിലെ തന്നെ സെറ്റ് ചെയ്യുന്നു, അതിലേക്ക് കാര്യങ്ങളൊക്കെ എത്തിക്കുന്നു, അതിൻ്റെ ഒരു ഇരയായി താൻ പോവുകയാണ് എന്നുള്ളത് ശ്വേതാ മേനോൻ പറയുകയാണ്. ഒരു വർഷം മാത്രമാണ് തനിക്ക് ഭരിക്കാൻ പറ്റിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കണക്കുകളെ സംബന്ധിച്ചിട്ടുള്ള അവ്യക്തത, അതിലൊരു ക്ലാരിറ്റി കുറവുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടിയാണ് താൻ ഈ ഒരു സ്ഥാനത്തേക്ക് വരുന്നത്. അതിനു മുൻപ് ബാബുരാജ് ആയിരുന്നു. അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതേക്കുറിച്ചൊന്നും തന്നെ താൻ എവിടെയും പറഞ്ഞിട്ടില്ല, ഒരു ചർച്ചയും അതേപ്പറ്റി നടത്തിയിട്ടില്ല. ഇതെങ്ങനെങ്കിലും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾ നടത്തി വരികയായിരുന്നു. പക്ഷേ അതിന് സാധിച്ചില്ല. ഈ ട്രഷറർ കൂടി മാറി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അതിന് വന്നിട്ടുള്ള ഒരു കാലതാമസത്തിനപ്പുറത്തേക്ക് എല്ലാ കണക്കുകളും തൻ്റെ മുന്നിലുണ്ട്. പക്ഷേ ഇനി അതെവിടെയും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രാഥമിക അംഗത്തിൽ നിന്ന് രാജിവെച്ച് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ശ്വേതാ മേനോൻ തന്നെ പറയുന്നത്. ഇതിൽ രാവിലെ മുതൽ തന്നെ ഇന്ന് ഒരു പ്രധാനമായും ഇവരെയൊക്കെ തന്നെ ഇതിൽ നിന്ന് പുറത്താക്കണം. കാരണം അമ്മയ്ക്ക് അത്രത്തോളം ഒരു കളങ്കം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഏകദേശം ഒരു 10 മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട ഒരു അവിശ്വാസ പ്രമേയത്തിൻ്റെ നോട്ടീസ് എന്ന പേരിൽ ഒരു നോട്ടീസ് വരികയും അതിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ പരാതികൾ പോലും പരിഹരിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഒരു വിഴുപ്പലക്കൽ പോലും മാറ്റുന്നതിനോ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും അവിശ്വാസ പ്രമേയം ഗൂഢാലോചനയാണ് എന്ന് പറയുകയായിരുന്നില്ലേ ശ്വേത? എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ രജിസ്ട്രേഷൻ ആയിരുന്നു, അപ്പുറത്ത് ആൾക്കാരെ വലിച്ചുകൊണ്ട് ഒപ്പിടിവിച്ചു. അതിനുശേഷം വീണ്ടും കുറ്റാരോപിതരുടെ കൈകളിലേക്ക് ഇത് പോകുന്നുവെന്ന് ഒരു വനിതാ സാരഥി അല്ലെങ്കിൽ ഒരു വനിതാ അധ്യക്ഷ പറഞ്ഞിട്ട് രാജിവെച്ച് പോകുന്നത് കുറച്ചുകൂടി ഗുരുതര പ്രശ്നങ്ങൾക്ക് തുടക്കമിടുകയാണ്. പ്രശ്നം പരിഹരിക്കപ്പെടുകയല്ല. അതെ, പ്രശ്നം പരിഹരിക്കപ്പെടുകയല്ല. അത് കുറച്ചുകൂടി ഗൗരവമായിട്ടുള്ള ചർച്ചകളിലേക്കും അല്ലെങ്കിൽ ഒരു കൂടുതൽ കുരുക്കുകളിലേക്കും പോകുന്നു, അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ചർച്ചകൾ ഇതിലേക്ക് വേണമെന്നുള്ളത് തന്നെയാണ്. ഇനി ഈ കുറ്റാരോപിതരായിട്ട് നിന്നിരുന്ന ആളുകൾ, അതായത് കഴിഞ്ഞ തവണ മത്സരിക്കാൻ സാധിക്കാതെ പോയ, അന്ന് വലിയ മീട്ടു ആരോപണങ്ങളൊക്കെ ഉയർന്നു വരികയും മത്സരിക്കാൻ കഴിയാതെ പോയിട്ടുള്ള സിദ്ദിഖും ബാബുരാജ്, ഇടവേള ബാബു തുടങ്ങിയവരായിരുന്നു ഇന്ന് ഈ വാർഷിക റിപ്പോർട്ട് ഒരു കാരണവശാലും അംഗീകരിക്കരുത് എന്നുള്ള ഒരു നിലപാടെടുത്തത്. ആ വാർഷിക റിപ്പോർട്ടിൽ അടിമുടി അവ്യക്തതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ കണക്കുകളോ റിപ്പോർട്ടോ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ളൊരു സ്റ്റാൻഡ് ഇവർ 3 പേരും പറയുകയും അവിശ്വാസ പ്രമേയം ബാബുരാജ് അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അതിനെ സിദ്ദിഖ് പിന്താങ്ങുകയും ചെയ്യുന്നു. ഈ ഒരു നിലയിൽ നിൽക്കുമ്പോഴായിരുന്നു ആദ്യമായി വൈകാരികമായിട്ടുള്ള ഒരു പ്രസംഗം ശ്വേതാ മേനോന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. തനിക്ക് 45 ദിവസമെങ്കിലും ഇനിയും അനുവദിക്കണം, കാരണം ഈ കണക്കുകളുമായി മുന്നോട്ട് പോകാൻ അത്രയെങ്കിലും താൻ ചോദിക്കുകയാണ്. അതൊരു റിക്വസ്റ്റ് ആയിട്ട് ചോദിക്കുകയാണ്. തന്നെ ഈ കണക്കുകളെ അംഗീകരിച്ചുകൊണ്ട് ആരൊക്കെയുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് കുറച്ച് ആളുകൾ അതിൽ കൈപ്പൊക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. പിന്നീട് അവിശ്വസിക്കുന്നു ആരൊക്കെയുണ്ട്, അതായത് ഈ ഭരണസമിതിയുമായി മുന്നോട്ട് പോകുന്നതിൽ വിശ്വാസമില്ലാത്ത എത്ര പേരുണ്ടെന്നുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു. അതിനും ഒരു കൈപ്പൊക്കിക്കൊണ്ടായിരുന്നു ആളുകൾ ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിച്ചത്. ഇക്കാര്യത്തിൽ കൂടുതലായും തൻ്റെ ഒപ്പം തന്നെ ആരുമില്ല, അല്ലെങ്കിൽ ആ ഒരു അജണ്ടയുടെ പുറത്ത് കൃത്യമായ പ്ലാനോട് കൂടി കുറച്ചുപേർ വന്നിരിക്കുന്നു എന്നുള്ളതിലാണ് ശ്വേത വൈകാരികമായിട്ട് പ്രതികരിച്ചതും താൻ രാജി പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ ഈ കണക്കിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ക്ലാരിറ്റി മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പിന്നീട് ആ ചർച്ച തുടങ്ങിയത് എന്നുണ്ടെങ്കിൽ 10 മിനിറ്റിനകം തന്നെ ആ ചർച്ചയും അവസാനിച്ചിരിക്കുന്നു. പൂർണ്ണമായും വനിതകൾ മാത്രം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ വനിതകളുമായി നേതൃത്വത്തിൽ വന്ന അമ്മയിൽ അതൊരു കൂട്ടരാജിയിൽ കലാശിച്ചിരിക്കുന്നു എന്നുള്ളത് നിസ്സംശയമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ജോയ് മാത്യു ശ്വേതാ മേനോനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ചില താളപ്പിഴകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇവരെ ഇത്തരത്തിൽ ഒരുമിച്ച് പുറത്തേക്ക് പോകേണ്ട ഒരു സ്ഥിതി ഇല്ല എന്നുള്ളതാണ്. അപ്പം നേതാക്കൾ ഒരുമിച്ച്, അല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾ മാറി നിന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ മുതിർന്ന നടന്മാർ മാറി നിന്നിട്ട് കാര്യമില്ല എന്നുള്ളത് ഇപ്പോൾ കുറച്ച് മുൻപാണ് മല്ലിക ശ്വേതയുടെ സംശയം എൻ്റെ പ്ലോട്ട് ഉയർന്നു വന്ന പരാതികൾ ഈ ഭരണസമിതി കൊള്ളില്ല എന്നുള്ള ആരോപണങ്ങൾ കനം കൂട്ടുന്നതൊക്കെ
പോയ സമയത്ത് ആരിൽ നിന്ന് അധികാരം പിടിച്ചെടുത്തോ അവർ തക്കം പാർത്തിരുന്ന് പകയോടുകൂടി പ്രവർത്തിച്ച് പുറത്താക്കാനുള്ള നീക്കങ്ങൾ നടത്തി എന്നതാണോ ശ്വേതയുടെ സംശയവും ആരോപണവും വിപിൻ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് ഒരു അജണ്ട വെച്ചുകൊണ്ട് തന്നെ ഇന്ന് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നു, അതിൽ കൂടുതൽ ആളുകളെ കൊണ്ട് ഒപ്പിടിയിക്കുന്നു, തനിക്കെതിരെ അല്ലെങ്കിൽ ഈ ഭരണസമിതിക്കെതിരെ ഒരു വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമുണ്ട് എന്നുള്ള ഒരു പ്ലോട്ട് ആദ്യമേ സൃഷ്ടിക്കുന്നു, അതിലേക്ക് കൂടുതൽ ആളുകളുടെ സപ്പോർട്ട് വാങ്ങുന്നു, ഇന്നത്തെ ജനറൽ ബോഡിയിൽ അത് അവതരിപ്പിക്കുന്നു, വിജയിക്കുന്നു. അങ്ങനെ ഈ ഒരു ഭരണസമിതിയെ പൂർണ്ണമായും പുറത്താക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു ആലോചന നടന്നിട്ടുണ്ട്, ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ശ്വേത ഇതിൽ പറയുന്നത്. അതാണ് ഒരു അജണ്ടയുടെ പുറത്ത് ആണ് ഈ പുറത്തു പോകുന്നത്, അല്ലെങ്കിൽ ഒരു അജണ്ട ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നിസ്സംശയമായി പറയുന്നതും അവർ അവരുടെ പ്രാഥമിക അംഗത്വം രാജിവെക്കുന്നതും. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ കണക്കുകളിലെ ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആഷ്മി അതിൽ ട്രഷററോ അല്ലെങ്കിൽ സെക്രട്ടറിയോ ആണ് സാധാരണഗതിയിൽ അതിലൊരു രാജിയിലേക്ക് പോകേണ്ടത്. പക്ഷേ ഇത് ഭരണസമിതി മുഴുവനായും പോകണമെന്നുണ്ടെങ്കിൽ ആ ഭരണസമിതിയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളത് കൂടുതൽ അംഗങ്ങൾ അവിടെ പറയുകയും അതിൽ ശ്വേതാ മേനോനോ ഭരണസമിതിയോ ഒറ്റപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളതും പറയുകയായിരുന്നു. തന്നെ ഒറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഈ ഒരു അജണ്ടയുമായിട്ട് രാഷ്ട്രീയമായിട്ടൊക്കെ തന്നെ തനിക്കെതിരെ വലിയ ആരോപണങ്ങൾ വന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇനി മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ശ്വേത വരികയും അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രാഥമിക അംഗത്വം ഇനി അമ്മയിലേക്ക് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ചക്ക് മുമ്പേ തന്നെ സിനിമാ മേഖലയിൽ നിന്നും ഒക്കെ കിട്ടുന്നൊരു വൈബ് അല്ലെങ്കിൽ പലരുമായി സംസാരിക്കുമ്പോഴൊക്കെ അറിയുന്നത് ഇത് ബാക്ക് ടു ഇടവേള ബാബുവിൻ്റെ ഒക്കെ ടീമിൻ്റെ കൈകളിലേക്ക് പോകുന്നു, അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നൊക്കെ നമ്മളുടെ ഓഫ് ദ റെക്കോർഡിൽ പറഞ്ഞ പല ആൾക്കാരും ഉണ്ട്. അത് വിപിനും അറിയാം. അപ്പോൾ ആരാന്ന് പറയണ്ട. വിപിൻ, ഇവിടെ അപ്പോൾ ഇതിപ്പം ഓൾ ഓഫ് എ സഡൻ പെട്ടെന്നുണ്ടായ തീരുമാനമല്ല. നേരത്തെ ശ്വേത പറയും പോലെ ഈ ഭരണസമിതിക്കെതിരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തിയ ഒരു പ്ലാൻഡ് ഓപ്പറേഷന്റെ ഒരു ഫലമാണ് ഇന്നുണ്ടായത് എന്ന് വേണേൽ പറയാം വിപിൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.